ഡിസ്ട്രാക്ഷൻ ന്യൂസ്, പൊതുശ്രദ്ധ മാറ്റാൻ ബദൽ വാർത്ത. TCSൽ തൊഴിലിട പീഡനത്തെ പറ്റിയുള്ള പരാതി പെട്ടെന്നാണ് ഗൂഢാലോചനയായും മതപരിവർത്തന ശ്രമമായും പ്രചരിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ചിലർ പറയുന്ന ഉത്തരം, തൊട്ടു മുൻപ് നാസിക്കിൽ തന്നെ നടന്ന മറ്റൊരു അറസ്റ്റിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ എന്നാണ്. വാർത്താ ലോകത്ത് നടത്തുന്ന ഒളിപ്പോര്. അനേകം സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ അശോക് കുമാർ ഖരാത്ത് എന്ന ജ്യോതിഷിയാണ് അറസ്റ്റിലായത്. ആൾ ദൈവം എന്നും വിശേഷണം. US-ലെ ജെഫ്രി എപ്സ്റ്റീനെ ഓർമ്മിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് അയാൾ പിടിയിലായത്. ഉന്നത രാഷ്ട്രീയക്കാരുമായും മന്ത്രിമാരുമായും ബന്ധമുള്ളയാൾ. അയാൾ അറസ്റ്റിലായപ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ ആരോ നിർമ്മിച്ചതാണ് TCS കേസ് എന്നാണ് ആരോപണം. അത് ശരിയായാലും അല്ലെങ്കിലും ഖരാത്ത് കേസ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന മാർച്ച് അവസാന വാരത്തിൽ നിന്ന് ഏപ്രിൽ ആദ്യ വാരം എത്തിയപ്പോൾ TCS വാർത്തകൾ പകരമെത്തി. ഖരാത്ത് വാർത്തകൾ കത്തിക്കയറുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ നിദാ ഖാനിലേക്കും TCSുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്കും മാറി. ഖരാത്തിൻ്റെ ലീലകൾ അന്വേഷണ റിപ്പോർട്ടുകളായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്, ഉന്നത ബന്ധങ്ങളെപ്പറ്റി ഫ്രണ്ട് ലൈനിലും മറ്റും ലേഖനങ്ങളായി വന്നത് പൊടുന്നനെ മാറി. ശ്രദ്ധ TCS കഥയിലേക്ക് തിരിഞ്ഞു. വാർത്തകൾ വസ്തുതകളല്ലാതാവുകയും പ്രചാരണം മാത്രമാവുകയും ചെയ്യുന്ന കാലത്ത് പൊതുശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള യുദ്ധം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഖരാത്ത് കേസിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ TCS കേസ് മാധ്യമങ്ങൾ പൊലിപ്പിച്ചത്? ആർക്കറിയാം. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക.